അയില മുളകിട്ടതാണ് ഇന്നത്തെ കറി. അയില മുളകിട്ടതാണ് കാണിക്കുന്നത്. രണ്ട് അയില ഇന്ന് കിട്ടിയത്. അയില ഒരു ഇടത്തരം അയിലാണ്. ഒരുപാട് ഓവർ വലിപ്പമില്ല, എന്നാൽ നന്ന ചെറുതുമല്ല. പഞ്ഞിയുള്ളൊരു അയില മുറിച്ച് വെച്ചതാണത്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുതിർക്കാനിട്ട് വെച്ചതാണ്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വലിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, ഇത്തിരി സാധനമാണ് ചേർക്കുന്നത്. വലിയ ഉള്ളി 1. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഇത് വാട്ടിയെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ അതിലിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകിന് പകരം ഉലുവ. പച്ചക്കറി വെക്കുമ്പോൾ നമ്മൾ കടുക് ഇടും, പിന്നെ ഉലുവയാണ്. കുറച്ച് പെരുംജീരകം. ഇത് രണ്ടും കൂടെ ഇട്ടതിന് ശേഷമാണ് പച്ചമുളക്, ഇഞ്ചി ചേർത്ത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി കിട്ടിയതിന് ശേഷം മറ്റുള്ളതിട്ടാൽ മതി. ഇതൊന്ന് എണ്ണയിലൊന്ന് വാടി കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് നല്ല രസമാണ് ഉണ്ടാവുക. നമ്മൾ പച്ചയ്ക്ക് വേവിനേക്കാളും ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് വെന്താൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. വലിയ ഉള്ളി, സവാള, ഒരു ഉള്ളിയാണിത്. അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക. ഞാൻ ഇട്ട സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഓരോന്നും കാണിച്ചത്. ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അങ്ങനെയും ചെയ്യാം. നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മതി. നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതൊന്നും ഇല്ലാതെയും ഈ കറി വെക്കാം. മുളകിട്ട കറി പുളിയും മുളകും മഞ്ഞൾപ്പൊടി, ഉപ്പും വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും മുളകിട്ട കറി ഉണ്ടാക്കാം. ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. 2 വിധത്തിലും ഉണ്ടാക്കാം. മുമ്പൊന്നും ഇതിട്ടിട്ടല്ല ഉണ്ടാക്കൽ. മുളകും പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് വേണം ബാക്കി ചേർക്കാൻ. വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. പുളി ഇത്രയും പുളിയാണുള്ളത്. നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം കുറവുണ്ട്, കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം അതിലേക്ക് മീൻ വേവാനുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കണം. ഈ മസാലയും ഇതെല്ലാം കൂടി, മസാല മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണുള്ളത്. അതിലേക്ക് അതെല്ലാം കൂടെ ഇതിൽ ഒന്ന് വെട്ടി തിളച്ച് വെന്ത് വരുമ്പോഴാണ് മീനിട്ട് കൊടുക്കുന്നത്. മീനിന് ഒരുപാട് വേവൊന്നുമില്ല. ഇതെല്ലാം കൂടി വെട്ടി തിളച്ച് നന്നായിക്കൊന്ന് വേവണം. മസാല നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം ഉപ്പ് രസം കൂടി കുറവുണ്ട്, അതും കൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിതിൽ ഉപ്പിടുമ്പോൾ നമ്മൾ ചോറിലേക്കും കൂടി കണക്കാക്കി ഉപ്പിടണം. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഊണ് കഴിക്കുമ്പോൾ കറി ഒഴിച്ചാൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം. മീനിടുന്ന ഭാഗം എൻ്റെ നിന്ന് കട്ടായിപ്പോയിന്ന്, അതുകൊണ്ട് മീൻ മുറിച്ച് വെച്ചത് നേരത്തെ കാണിച്ചണല്ലോ. ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വേവണം. തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. അധികം ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. നല്ല പതുക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നാക്കി ഒന്ന് നല്ലോണം വെട്ടി തിളച്ച് വേവണം. ഇങ്ങനെ വെട്ടി തിളച്ച് വരുമ്പോൾ നല്ല വാസനയാണ് ഉണ്ടാവുക. ഈ വറവിട്ടതിൻ്റെയൊക്കെ വാസന, ഉലുവേൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ നല്ല വാസന ഉണ്ടാവും.
ആദ്യം ഞാൻ മുറിച്ച് വേർപെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കഷ്ണം. ഇപ്പം എല്ലാ കഷ്ണം വേറെ വേറെ ആയിട്ടുണ്ട്. പിന്നെ അയിലൻ്റെ തല നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. മുളകിട്ട കറിക്ക് പ്രത്യേകം ടേസ്റ്റാണ്. അയിലത്തല അളിയനും കൊടുക്കാമെന്നാണ് പഴഞ്ചൊല്ല്. കാരണം അത്രയും ടേസ്റ്റാണ് അയിലൻ്റെ തലയ്ക്ക്. കഴിച്ച് നോക്കിയവർക്ക് അറിയാം, കഴിക്കാത്തവർ കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അയില. നല്ലോണം വെട്ടി തിളച്ച് വേവണം. തിളച്ച് പുറമേക്ക് തൂവി പോകാതെ വേണം അത് വേവിച്ചെടുക്കാൻ. തിളച്ച് പുറമേക്ക് തൂവിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. വെളിച്ചെണ്ണയും ഉള്ളികളും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് വേവണ, മീനും ഒക്കെ കൂടി കിടന്ന് വേവണ ഈ കറി പുറത്തേക്ക് ചിന്തി പോവാതെ നോക്കണം. ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി വേവിച്ചെടുക്കാം. നല്ലോണം ഒന്ന് വേകണം. ചെറുതായി മൂടി വെച്ചാൽ മതി. അധികം മൂടി വെച്ചാൽ തിളച്ച് തൂവിപ്പോവും. കറി വെന്തിട്ടുണ്ട്. നല്ല കറി ആയിട്ടുണ്ട്. അധികം ഇളക്കിയാൽ കഷ്ണം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. മീൻ കറി വെക്കുമ്പോൾ അധികം ഇളക്കി കൊടുക്കരുത്. എന്നാലും ഒന്ന് മറിച്ച് കൊടുക്കും വേണം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. മറക്കാതെ ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ഞാൻ ഇട്ട വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അയില മുളകിട്ട കറി. ഇതിൽ മല്ലിയോ തേങ്ങയൊന്നും ചേർക്കാത്ത കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ കറി എന്ന് കൂട്ടിയതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നാളേക്കും കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പുളിയിട്ട കറികളൊക്കെ തലേന്നത്തെ പിറ്റേന്നത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ആ ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കഴിച്ചവർക്കറിയാം. കഴിച്ച് നോക്കണം കഴിക്കാത്തവർ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അയിലക്കറി. മീൻ കുറച്ച് കുറഞ്ഞാലും ഇതിലെ ഉള്ളിയൊക്കെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. ടേസ്റ്റുള്ളൊരു അയിലക്കറി.